ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ കർണാടക സംസ്ഥാനത്തോട് അടുത്ത് കുടക് മലനിരകൾക്ക് ചുവട്ടിൽ ചേർന്ന് കിടക്കുന്ന 31.21 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് പായം ഗ്രാമപഞ്ചായത്ത്. പ്രസിദ്ധമായ പഴശ്ശി ജലസേചന പദ്ധതിയുടെ ജലസംഭരണി കൂടിയാണ് പായം. ഇരിട്ടി ആറളം പുഴകളുടെ സംഗമ ഭൂമി കൂടിയായ പായത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒട്ടേറെ പ്രത്യേകതകളുള്ളത് ശ്രദ്ധേയമാണ്. ജനകീയ കൂട്ടായ്മയിലൂടെ പൊതു ഇടങ്ങൾ ആകർഷകമാക്കുന്നതിന് പായത്തെ ജനങ്ങൾ മാതൃകയാണ്. മാലിന്യം നിക്ഷേപിക്കുന്ന ഇടങ്ങളെ കണ്ടെത്തി അവിടങ്ങളിൽ പൂന്തോട്ടങ്ങളും മിനി പാർക്കുകളും നിർമ്മിച്ചുകൊണ്ട് അനുകരണീയമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. പഞ്ചായത്തിൽ ഇതിനകം തന്നെ 14 പൊതു ഇടങ്ങളിലാണ് ഇത്തരത്തിൽ സൗന്ദര്യവൽക്കരണം നടത്തിയത്. പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരുമ റെസ്ക്യൂ ടീം, ഗ്രീൻ ലീഫ് സൊസൈറ്റി, പാർക്ക് സംരക്ഷണ സമിതികൾ, ഹരിത കർമ്മസേന എന്നിവ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണ്. ഹരിത കേരളം മിഷൻ ഇതിനകം 2 പാർക്കുകളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരിട്ടി ഇക്കോ പാർക്ക്, പെരുമ്പറമ്പ്, ജബ്ബാർകടവ്, സ്നേഹാരാമം എന്നീ പാർക്കുകളാണ് ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി മാറിയിട്ടുള്ളത്. ജബ്ബാർകടവ് പാർക്ക് ഹരിത ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുന്നതിന് മികച്ച രീതിയിലുള്ള ജനകീയ പ്രവർത്തനമാണ് നടത്തിയത്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി മാലിന്യം നിക്ഷേപിക്കപ്പെടുന്ന ഇടങ്ങളെ കണ്ടെത്തി അവിടങ്ങളെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാലിന്യം നിക്ഷേപിക്കപ്പെട്ടിരുന്ന ജബ്ബാർകടവിനെയാണ് മാലിന്യമുക്തമാക്കിയത്. തികച്ചും പ്രാദേശിക ജനങ്ങളുടെ പിന്തുണയോടെ മാർഗരേഖയ്ക്ക് അനുസരിച്ചുള്ള ഹരിത ടൂറിസം കേന്ദ്രമാക്കാൻ സാധിച്ചു. ജബ്ബാർകടവ് പുഴയോട് ചേർന്നുള്ള സ്ഥലത്ത് പാലത്തിന് സമീപം കാലാകാലങ്ങളായി മാലിന്യം തള്ളുന്ന സ്ഥലമായിരുന്നു. അതിനെയാണ് മനോഹരമായ ഹരിത ടൂറിസം പാർക്കാക്കി മാറ്റിയത്. അവിടുത്തെ പ്രദേശവാസികളും സന്നദ്ധ പ്രവർത്തകരും വായനശാല, ക്ലബ്ബ്, സാംസ്കാരിക പ്രവർത്തകരുമൊക്കെയാണ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരുന്നത്. പഞ്ചായത്തിൽ ഇവ കൂടാതെ വള്ളിത്തോട് ടൗണിനോട് ചേർന്നുള്ള 5 പൊതു ഇടങ്ങളെ ഒരുമ റെസ്ക്യൂ ടീമിൻ്റെ നേതൃത്വത്തിൽ മിനി പാർക്കുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇരിട്ടി കൂട്ടുപുഴ റോഡിൽ ഹൈവേയുടെ ഇരുവശവും ഇതുപോലെ ഒട്ടനവധി പാർക്കുകളാണ് ജനകീയ ഇടപെടലിലൂടെ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ മാതൃകയായതും വളരെയേറെ ശ്രദ്ധ ആകർഷിച്ചതുമാണ് ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഹരിതാരാമം പാർക്ക്. ഇരിട്ടി കൂട്ടുപുഴ റോഡിൽ കല്ലുമുട്ടിയിൽ അതിമനോഹരമായി ഒരുക്കിയ പാർക്ക് ഈ അടുത്താണ് ഉദ്ഘാടനം ചെയ്തത്. മാലിന്യം നിക്ഷേപിച്ച റോഡരികിൽ ദിവസങ്ങളോളം ഹരിത കർമ്മസേന അംഗങ്ങൾ അവരുടെ ദൈനംദിന പ്രവൃത്തി ചെയ്തതിന് ശേഷം കിട്ടുന്ന സമയം ഉപയോഗിച്ചാണ് ഈ പാർക്കിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. കൂടാതെ മൂസാൻ പീടിക, കേളൻ പീടിക, കുന്നോത്ത് സ്കൂളിന് സമീപം ആനപ്പന്തി കവല, വള്ളിത്തോട് ടൗൺ, വള്ളിത്തോട് ഫെഡറൽ മുൻവശം, ഒരുമ ബസ് സ്റ്റോപ്പ്, കച്ചേരിക്കടവ് പാലം, കിളിയന്തറ പാർക്ക് എന്നിവയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഒരു പഞ്ചായത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ചേർന്ന് നിൽക്കുന്ന സമീപനം എടുത്തു പറയേണ്ടതും പ്രശംസനീയവുമാണ്. ജനകീയ കൂട്ടായ്മയോടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ പാർക്കുകൾ അഴുക്കിൽ നിന്നും അഴകിലേക്ക് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരുന്നത്. ഈ മാതൃകാ പ്രവർത്തനങ്ങൾ നേരിൽ തൊട്ടറിഞ്ഞ് അനുഭവപ്പെടുമ്പോഴാണ് ഈ പ്രവൃത്തിയുടെ മഹത്വം നമുക്കറിയാൻ കഴിയുന്നത്. തികച്ചും ജനങ്ങളുടെ സഹകരണത്തിൽ ഒരുക്കിയ പാർക്കുകൾ മാതൃക തന്നെയാണ്.
മേൽപ്പറഞ്ഞ മുഴുവൻ പാർക്കുകളും കഴിഞ്ഞ 2 വർഷ കാലയളവിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രവർത്തനത്തിന് നാട്ടുകാരും അതോടൊപ്പം വിവിധ സമിതികളും പരിപൂർണ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഹരിത കേരളം മിഷന്റെ പൂർണ്ണ പിന്തുണയും ലഭിക്കുന്നു എന്നത് ഏറെ സഹായകരമായിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഓരോ പ്രവർത്തനത്തിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഹരിത കേരളം മിഷന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചത് പഞ്ചായത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുന്നതിനും സമൂഹത്തിലെത്തിക്കുന്നതിനും സഹായകരമായിട്ടുണ്ട്. പ്രവർത്തന ഘടകങ്ങൾ. പഞ്ചായത്തിൽ നിലവിൽ ചെറുതും വലുതുമായ 14 പാർക്കുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. 15ാമത്തെ ജനകീയ പാർക്കിന്റെ പ്രവർത്തനം നടന്നുവരുന്നു. അടുത്തു തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. കളിയന്തറ 32ാം മൈലിൽ സംസ്ഥാന പാതയോട് ചേർന്ന് ഏകദേശം 20 സെന്റ് സ്ഥലത്താണ് പാർക്ക് ഒരുക്കുന്നത്. ഇതിൽ ഓർത്തഡോക്സ് ചർച്ചിന്റെയും ഈറ്റത്തൊഴിലാളികളുടെയും സഹകരണമുള്ളത് ശ്രദ്ധേയമാണ്. ഓരോ പാർക്ക് നിർമ്മിക്കുന്നതിനും വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയാണ് അവലംബിച്ചിട്ടുള്ളത്. അതിൽ വിവിധ ഏജൻസികൾ, സംഘടനകൾ, വ്യക്തികൾ, തദ്ദേശഭരണ സ്ഥാപനത്തിന്റെ വിവിധ സംവിധാനങ്ങൾ എന്നിവ പ്രധാനപ്പെട്ടവയാണ്. ചെറുതും വലുതുമായ പാർക്കുകളിൽ വളരെ പ്രധാനപ്പെട്ടവയുടെ വിശദാംശങ്ങൾ. ഇരിട്ടി ഇക്കോ പാർക്ക് പെരുമ്പറമ്പ്. ഈ പാർക്ക് നേരത്തെ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലത്തായിരുന്നു സോഷ്യൽ ഫോറസ്ട്രിക്ക് വനവൽക്കരണത്തിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. ധാരാളം മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് ഏറെ ആകർഷകമാണ്. മരങ്ങളൊക്കെ നിലനിർത്തിയാണ് ഈ പ്രദേശത്തെ സുന്ദരമായ പാർക്കാക്കി മാറ്റിയത്. പുഴയോട് ചേർന്ന് കിടക്കുന്ന ഈ പാർക്കിൽ ധാരാളം സന്ദർശകർ നിത്യേന എത്തുന്നുണ്ട്. കുട്ടികളും സ്ത്രീകളും വയോജനങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് ഒരനുഗ്രഹമായി മാറുകയാണ് ഇരിട്ടി ഇക്കോ പാർക്ക്. ഈ പാർക്ക് നിലവിൽ ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പിൻ്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ ഒക്ടോബർ 2 ഈ പാർക്ക് ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഹരിത ടൂറിസം കേന്ദ്രത്തിൽ പാലിക്കേണ്ട ഹരിത പെരുമാറ്റം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പാർക്കിൻ്റെ പ്രവർത്തനം നടത്തിവരുന്നത്. ഇരിട്ടി ഗ്രീൻ ലീഫ് പാർക്ക്. ഇരിട്ടി പുഴയോട് ചേർന്ന് പാലത്തിന് സമീപം നിർമ്മിക്കപ്പെട്ട ജനകീയ പാർക്കാണിത്. ഒരു കാലത്ത് മാലിന്യം നിക്ഷേപിക്കപ്പെട്ടിരുന്ന സ്ഥലത്തെ വളരെ സുന്ദരമായ ഹരിത പാർക്കാക്കി മാറ്റാൻ മുൻകൈയെടുത്തത് ഇരിട്ടി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഗ്രീൻ ലീഫ് സൊസൈറ്റി എന്ന സംഘടനയാണ്. ഏകദേശം 8 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പാർക്ക് പണി കഴിപ്പിച്ചത്. നിരവധി പേർ എല്ലാ ദിവസവും കാലത്ത് മുതൽ രാത്രി വരെ സന്ദർശിക്കുന്ന ഒരിടം കൂടിയാണിത്. ധനകാര്യ വികലനം. പഞ്ചായത്തിൽ നിർമ്മിച്ചിട്ടുള്ള 14 പാർക്കുകളിൽ ഇരിട്ടി ഇക്കോ പാർക്ക് ഒഴികെ മറ്റുള്ളവ പഞ്ചായത്തിൻ്റെയോ സർക്കാരിൻ്റെയോ യാതൊരു ഫണ്ടും ഉപയോഗിക്കാതെയാണ് നിർമ്മിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. പൂർണ്ണമായും ജനങ്ങളുടെ അധ്വാനവും പണവും ഉപയോഗിച്ചാണ് എന്നതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കാനും പരിപാലിക്കാനും ജനങ്ങളും ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. തുടർ പ്രവർത്തനങ്ങൾ. പഞ്ചായത്തിൽ ഇതിനകം നിർമ്മിക്കപ്പെട്ട പാർക്കുകളുടെ സംരക്ഷണവും പരിപാലനവും ഉറപ്പുവരുത്തുന്നതാണ്. അതിനാവശ്യമായ സംരക്ഷണ സമിതികളെ രൂപീകരിക്കുകയും കൃത്യമായ മോണിറ്ററിംഗ് നടത്തുകയും ചെയ്യുന്നതാണ്. കൂടാതെ ഇനിയും പഞ്ചായത്ത് പരിധിക്കുള്ളിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവിടങ്ങളിലും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. ഉപസംഹാരം. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പിൻ്റെ ഭാഗമായി ഒട്ടേറെ ജനകീയ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടന്നു വരികയാണ്. എന്നാൽ ക്യാമ്പയിൻ്റെ മുമ്പേ തന്നെ പഞ്ചായത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിരുന്നു. അതിന് പഞ്ചായത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന സംഘടനകളും സമിതികളും പൊതുജനങ്ങളും പല വിധത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വിജയിപ്പിക്കുന്നതിനും ഹരിത കേരളം മിഷന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ലഭിച്ചിട്ടുണ്ട്. മാതൃകാപരമായ ഈ പ്രവർത്തനങ്ങളെ പൂർണ്ണതയിലെത്തിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണത്താൽ സാധിച്ചിട്ടുമുണ്ട്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.